അമേരിക്ക പതുക്കെ പതുക്കെ വലിയ നാശത്തിലേക്ക് പോവുകയാണ്, വിഷമത്തിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് വലിയ ലോകരാഷ്ട്രീയ പരിചയമില്ലാത്ത ആൾക്കും പറയാവുന്നൊരു നിലയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് വിമർശകരുടെ താമസിക്കാവുന്ന സ്ഥലവുമായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോൾ നോം ചോംസ്കി, അമേരിക്ക വിരുദ്ധൻ, ലോകത്തിലെ ഏറ്റവും ശക്തനായുള്ള അമേരിക്ക ക്രിട്ടിക് ആരാന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കിയാണ്. ക്യാപിറ്റലിസ്റ്റിൻ്റെ ക്രിട്ടിക്കാരാണ് അത് നോം ചോംസ്കി. അദ്ദേഹം 96 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ നാട് അമേരിക്കയാണ്, അമേരിക്കാരനായിട്ട് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോൾ AOC അലക്സാണ്ട്ര ഒക്കേഷ്യ കോർട്ടസ്, ചെറുപ്പക്കാരിയായുള്ള സമീപകാലത്ത് ഇപ്പോഴും ഒരു ഇടതുപക്ഷക്കാരിയായുള്ള രാഷ്ട്രീയക്കാരി ബേണി സാൻഡേഴ്സ്, ഇത്രയും പ്രധാനപ്പെട്ട വളരെ പ്രായമുള്ള ഇപ്പോഴത്തെ ഹംദാനി, അപ്പോൾ ഇവർക്കെല്ലാം അവിടെ പ്രവർത്തിക്കാവുന്ന അതിശക്തമായിട്ട് രാഷ്ട്രീയം എതിർത്തൊക്കെ പറയാവുന്നൊരു നിലയാണ്. പക്ഷേ അതിലേക്ക് പതുക്കെ ഈ അതിരുവിട്ട് ഇടപെടുകയല്ലേ എന്ന തോന്നൽ നമുക്കുണ്ടാകും. ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വരുന്നത്, ഈ വാഷിങ്ടൺ DC-യിലാണ് ഇവരുടെ ക്യാപിറ്റൽ സെൻറ്റർ, ഇവരുടെ പാർലമെൻറ്റ് ഇരിക്കുന്നത്, ഈ കോൺഗ്രസിൻ്റെ ആസ്ഥാനം, US കോൺഗ്രസിൻ്റെ ആസ്ഥാനം ഇരിക്കുന്നത്. അവിടെ ക്യാപിറ്റൽ സെൻറ്ററിൽ ആക്രമണം നടത്തിയ ആരാ? ഈ ട്രംപിൻ്റെ ആളാണ്. ഓർമ്മയില്ലേ? അവിടെ 5 പേർ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഏറ്റവും അവരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അതിൽ പ്രതികളായിരുന്ന ആളുകളെ കുറേ ആളെ ശിക്ഷ വിമുക്തരാക്കി. അയാളുടെ ആളുകളാണ് വാഷിങ്ടൺ DC കണ്ട ഏറ്റവും വലിയ അതിക്രമം നടത്തിയ ആളുകൾ. ഇപ്പോൾ അവിടെ വലിയ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് വാഷിങ്ടൺ DC പിടിക്കാനാണ് ഈ കേന്ദ്ര സേനയെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ മോശം രാഷ്ട്രീയമുള്ള മനുഷ്യർ ഭരണാധികാരികളായിക്കഴിഞ്ഞാൽ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ.